അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് എടുക്കുന്നത് ഏതാണ് നമ്മുടെ ജോഗ്രഫിയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. നിങ്ങൾ എക്സ്പെൻഡിച്ചർ എന്നുള്ള വേർഡും റവന്യൂ എന്നുള്ള വേർഡും എന്തായിരിക്കും? ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നവരായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ കേട്ടവരായിരിക്കും, ചിലപ്പോൾ അതിന് മീനിങ് അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ മീനിങ് അറിയുന്നവരും ഉണ്ടാവും കേട്ടോ. അത് നമ്മളിൽ എന്താണ്, ഓരോരുത്തരും ഓരോ രീതിക്കാണ് അല്ലെ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ വേർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണോവോ എന്ന് വിചാരിക്കേണ്ട. ചെലവ് എന്ന് മാത്രമാണ് എന്തിനു അർത്ഥമുള്ളൂ, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞതിനുള്ള അർത്ഥമുള്ളൂ. അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ എന്തിനൊക്കെയാണോ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തിനൊക്കെയാണോ പൈസ പോകുന്നത്, അതിനെ നമ്മൾ എന്ത് പറയുന്നു, ചുരുക്കത്തിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടുന്ന വരുമാനം, നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുന്നത്, അതിനെയാണ് എന്ത് പറയാ, റവന്യൂ എന്ന് പറയാം. അപ്പൊ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചെലവാണ്, റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനം അല്ലെങ്കിൽ ഇൻകം ആണ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂ എന്തായിരിക്കും? പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുമേഖല അല്ലെ. പൊതുമേഖല പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ വരിക, ഗവൺമെന്റ് എന്നുള്ള രീതിക്കാണ് നമുക്ക് അർത്ഥമാക്കുന്നത്. അപ്പോ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഓൾസോ നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ചെലവുകളെ എന്ത് പറയുന്നു, പൊതു ചെലവ് എന്നും. പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗവൺമെന്റിന്റെ വരുമാനം അല്ലെ. അപ്പോ ദ ഗവൺമെന്റ് റവന്യൂ ഈസ് ഓൾസോ നോൺ ആസ് പബ്ലിക് റവന്യൂ. അതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂവും. ഒന്നും കൂടി പറഞ്ഞു തരാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഓൾസോ നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് റവന്യൂ ഈസ് ഓൾസോ നോൺ ആസ് പബ്ലിക് റവന്യൂ. ഇതാണ് എന്ത്, പൊതു ചെലവും പൊതു വരുമാനവും അല്ലെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് എന്ത്, പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂ. അപ്പൊ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്നും പബ്ലിക് റവന്യൂ എന്താണെന്നും കിട്ടി അല്ലെ. ഇനി അടുത്ത് നോക്കാം. നമുക്ക് 4 പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഈ 4 പിക്ചറുകളും ഒന്നുകിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ഏതെങ്കിലും രീതിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ 4 പിക്ചറിൽ തന്നിരിക്കുന്നത് അല്ലെ. ആ 4 പിക്ചർ എന്താണ്? ഒന്നാമത്തെ പിക്ചറിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ എന്താ കാണിച്ചു തന്നിരിക്കുന്നത്, നമുക്ക് ഒരു 3-4 മിലിറ്ററി മാൻമാർ അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥരെയാണ് ഏതിൽ കാണിച്ചിരിക്കുന്നത്, ആ ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്, അവിടെ എന്താ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ പിക്ചറിൽ? ആരെങ്കിലും ഒരാൾ പറയോ? ആ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ശരിയല്ലേ? ആ ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, നിങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പോയിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പോയിട്ടുണ്ടോ? ആ, പോയിട്ടുണ്ടാവൂ അല്ലെ. നമ്മൾ ഏതെങ്കിലും രീതിക്ക് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒന്നുമില്ലെങ്കിൽ കണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് പോയിട്ടുള്ളവരായിരിക്കാം. ഇനി മൂന്നാമത്തെ, കേരള സ്റ്റേറ്റ് പൊതുവിതരണ കേന്ദ്രം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ പിക്ചർ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ആർക്കും ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ടാവില്ല അല്ലെ. കാരണം അങ്ങനെ ആരും ആ പേര് അങ്ങനെ പുറത്ത് പറഞ്ഞ് അങ്ങനെ ആരും കേട്ടിട്ടുണ്ടാവില്ല. ആകെ കേൾക്കുന്നതായിരിക്കും റേഷൻ കട. അപ്പൊ നമ്മുടെ റേഷൻ കടയാണ് എന്ത്, കേരള സ്റ്റേറ്റ് പൊതുവിതരണ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ റേഷൻ കടയ്ക്ക് പോയവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് കണ്ടവരായിരിക്കും, ഒക്കെ ശരിയാണ് അല്ലെ. റേഷൻ കടയിൽ അരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിക്കാനോ ഏതെങ്കിലും രീതിക്ക് നമ്മൾ ഫാമിലി ആയിട്ടോ, അതല്ല എന്നുണ്ടെച്ചാൽ നമ്മൾ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. നാലാമത്തെ പിക്ചർ എന്താണ് അല്ലെ, ഒരു റോഡ് പണി നടക്കുന്നതാണ് ഏതിൽ കാണിക്കുന്നത്, നാലാമത്തെ പിക്ചറിൽ കാണിക്കുന്നത്. ഈ 4 പിക്ചറും എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണെന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ ആരാ ചെയ്തു തരണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ, യെസ്, എന്താണ്, അതായത് നമ്മുടെ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ്. കുറേ പ്രവർത്തനങ്ങളുണ്ട് അല്ലെങ്കിൽ കുറേ ആക്ടിവിറ്റീസ് ആര് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു 4 എണ്ണം മാത്രമാണ് നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ളൂ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. ഈ 4 കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പീപ്പിൾ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേഫ് അല്ലെങ്കിൽ സേവിങ്ങിന് വേണ്ടിയിട്ട് നൽകുന്നതാണ്, അല്ലെങ്കിൽ സർവീസ് ആയിട്ട് ചെയ്യുന്നതാണ് ഏതൊക്കെ, ഈ 4 പിക്ചറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ, ഇനി താഴെ നോക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ എബവ്. അതായത് മുകളിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ നിരീക്ഷിക്കൂ. നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു അല്ലെ.
ദേ ആർ റിലേറ്റഡ് ടു certain ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദി ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് നൽകുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് ഏതിൽ തന്നിരിക്കുന്നത്, നമുക്ക് ഈ പിക്ചറിൽ 4 പിക്ചറൈസ് ചെയ്തിട്ട് തന്നിരിക്കുന്നത് അല്ലെ. 4ഉം എന്താണ്, ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വേറെ എന്തൊക്കെയാണ്, ഫൈൻഡ് ഔട്ട് അതർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെന്റ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ എന്താണ്, ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു 4 പിക്ചർ മാത്രമേ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആർക്കൊക്കെ പറയാൻ പറ്റും വേറെ എന്തൊക്കെ ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളത്? ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടോ? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയോ? മെയിൻ ആയിട്ട് എന്താ, വിദ്യാഭ്യാസം അല്ലെ, എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ആര് ഒരുക്കുന്നുണ്ട്? ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് അല്ലെ. ഇനി വേറെ നോക്കാം. ഒന്നാമത്തെ എന്തായാലും അതിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്താണ്, വെള്ളം കുടിക്കാനുള്ള സൗകര്യം ആര് ഒരുക്കുന്നുണ്ട്? നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഒരുക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽഫെയർ പെൻഷൻ. പെൻഷൻ തുകകള് അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് നൽകുന്നുണ്ട്? ഗവൺമെന്റ് നമുക്ക് പെൻഷൻ നൽകുന്നുണ്ട്. മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ആരുടെ ആക്ടിവിറ്റിയാണ്? ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് അതിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാം. എന്താണ്? പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. അത് വേണമെങ്കിൽ എഴുതി ചേർക്കാം കേട്ടോ. പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റിൽ എന്ത് പറയണത്, ആ ഒരു പേജ് വൈസിൽ നമുക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇനി അടുത്ത പേജ് എടുക്കുക. ഇനി അടുത്ത പേജില് നോക്കുക. We have seen that the government undertakes many activities. Why are these activities carried out? They are for welfare of the people. Money is required for all those activities, and the expenditure incurred by the government is known as public expenditure. Expenditure increases with an increase in the activities of the ഗവൺമെന്റ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ, എന്താണ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ വെൽഫെയർ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ പൈസയൊക്കെ ആര് ചെലവഴിക്കുന്നുണ്ട്? ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ട്. മണി ഈസ് റിക്വയർഡ് ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ പൈസ ചെലവഴിക്കുന്നുണ്ട്. ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു എന്താണ്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു അല്ലെ. ഇനി എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് എന്താണ്, നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസും ഇൻക്രീസ് ആകുന്നു അല്ലെങ്കിൽ ചെലവും വർദ്ധിക്കുന്നു. നമുക്കവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. 2010, അതായത് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലുള്ള പൊതു ചെലവിനെ കുറിച്ചിട്ടുള്ള ഗ്രാഫാണ് അവിടെ തന്നിരിക്കുന്നത്. എത്ര വർഷം മുതലാ? 2010 മുതൽ 2011 ടു 2016 ടു 17 വരെ. അതായത് 2010 മുതൽ 2017 വരെയുള്ള 7 വർഷത്തിന്റെ ഒരു ചെറിയൊരു രീതിക്കുള്ള 7 ഇയറിൽ വന്നിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമുക്ക് ഏതിൽ തന്നിരിക്കുന്നത്? ആ ഗ്രാഫിൽ തന്നിരിക്കുന്നത് അല്ലെ. 2010 ടു 2011 എത്ര റുപ്പീസ്, എത്ര കോടിയിലാണെന്നുണ്ട്. 2011 ടു 2012 അത് ലാസ്റ്റ് എത്രയിൽ അവസാനിക്കുന്നു? 2016 ടു 2017 അവസാനിക്കുന്നുണ്ട്. ആ 2016 ടു 2017 അവസാനിക്കുമ്പോ 2010 ടു 2011 ഉള്ള പോലെയാണോ നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട് അല്ലെ. വ്യത്യാസമുണ്ട്. എങ്ങനെ നിക്കണത്? ഡിക്രീസ് ആയിട്ടാണോ നിക്കണത്? ഇൻക്രീസ് ആയിട്ടാണോ നിക്കുന്നത്? ഇൻക്രീസ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ആദ്യം 11 കോടിയായിരുന്നു, പിന്നെ 13 കോടിയായി, പിന്നെ 14 കോടി, 15, 16, 17, ഇപ്പൊ എത്രയാണ്? 19 കോടി അല്ല, ഹലോ, കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ലാസ്റ്റിൽ നിൽക്കുന്നത്? എങ്ങനെയാണ്? ഹൈ ലെവലിലേക്കുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ ആ ഒരു ചെലവ്, നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൂടിയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. 11 നിന്നിട്ട് ഇപ്പൊ എത്രയിൽ നിൽക്കണു? 19 സംതിങ്ങിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചെലവ് എന്ന് പറയുന്നത്
കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്, കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നില്ല. അതാണ് ജസ്റ്റ് ആ ഒരു പിക്ചറിൽ നമുക്കൊരു ഗ്രാഫിൽ നമുക്ക് തന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഗ്രാഫ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെലവ് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയിക്കാനായിട്ടുള്ള ജസ്റ്റ് ഒരു ഗ്രാഫാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഗ്രാഫിന്റെ കൺക്ലൂഷനിലേക്ക് എന്തെത്താം? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇയർ വൈസ് ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്തൊക്കെയാണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അതായത് വികസന ചെലവുകളും വികസനേതര ചെലവുകളും. നമ്മുടെ ഗവൺമെന്റിന്റെ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഡെവലപ്മെന്റ് നോൺ ഡെവലപ്മെന്റ് expenditure by the government for constructing roads, bridges, and harbor, starting up new etc. ഇനി എന്താണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏത് വരിക? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ വരിക. ക്ലിയർ ആണോ? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി പറയാനായിട്ട് പറ്റുമോ? ആരെങ്കിലും പറയോ എന്താണ് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തന ആക്ടിവിറ്റീസ് ഉദാഹരണങ്ങൾ പറയോ? ആരെങ്കിലും ഒരാൾ പറയാം. എന്താണ്? റോഡ് പണിയാണത്, പിന്നെ പുതിയ കമ്പനികൾ വരുന്നത്, പിന്നെന്താ പറയുക സ്ഥാപനങ്ങൾ, കോളേജുകൾ, ഗവൺമെന്റ് പുതിയ എഡ്യൂക്കേഷണൽ കോഴ്സുകളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അല്ലെ. അല്ലെങ്കിൽ വികസന പൈസ പല കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രവർത്തനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്തിനൊക്കെയാണ് ഗവൺമെന്റ് പൈസ